എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ എല്ലാവരും ചെയ്യണ മാലിൽ എല്ലാത്തൊരു വേറെ വെറൈറ്റി വെണ്ടക്കുപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് ഉള്ളി എടുത്ത് വെച്ചാൽ അത് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതേമാതിരി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടെ പറയണേ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞ ശേഷം ചെറുതാക്കി ഞാൻ വല്യുള്ളി അരിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ പച്ചമുളക് അരിഞ്ഞ ശേഷം വെണ്ടക്ക അരിഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും ഉപ്പേരിക്ക് അരിയണ മാതിരി അതേമാതിരി അരിഞ്ഞ ശേഷം നമ്മളൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കും. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമ്മുടെ വീട്ടിൽ സ്കൂളിൽ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സാധനം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ട ശേഷം ഇത് കണ്ടിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ടെടുക്കാം. അപ്പോൾ കരിവേപ്പിൻ്റെ ഇട്ടെടുത്ത ശേഷം നമ്മുടെ കുറച്ച് കാണിച്ച് നോക്കി നമുക്ക് കുറച്ചിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടെടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് മുളക് പൊടി ഇട്ടെടുത്തിട്ടുള്ളൂ. കുറേ ഇട്ട് നമുക്ക് എരിവ് കേട്ടോ. അപ്പോൾ ഇതവിടെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട ശേഷം കുറച്ച് ഉപ്പ് നമുക്ക് അതിലിടണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തുള്ളി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട ശേഷത്തെ നമുക്ക് സ്കൂളിലും എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടേസ്റ്റൊക്കെ ഇതേമാതിരി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടെ പറയണേ. അപ്പോൾ ഇത് നമ്മൾ ഇതേമാതിരി ഒന്ന് കുഴച്ചൊരു പരിവാക്കി എടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചെടുക്കാം കേട്ടോ. സോസ് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം നടക്കും. ഞാൻ അതിന് തക്കാളി സോസ് ഒഴിച്ചപ്പോൾ കേട്ടോ. നമുക്ക് എന്ത് സോസ് അടിക്കും ഒഴിക്കാം. അപ്പോൾ ഞാൻ തക്കാളി സോസ് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് സാമ്പാർ പൊടി വിതർത്തി കൊടുക്കുക. അതിന് ശേഷം ഞാൻ അത് നമ്മുടെ ചട്ടി ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെണ്ടക്കുപ്പേരി അതിൻ്റെ മേലേക്ക് ഇട്ട് ഒരു നല്ലോണം ഇതേമാതിരി ഒരു പരിവാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേമാതിരി നിങ്ങളൊന്ന് ട്രൈ ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ കുറച്ചും കൂടി ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അപ്പോൾ തന്നെ പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് കൂട്ടാൻ റെഡിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടിപ്പൻ പാത്രത്തിൽ.